എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറികളിലൊക്കെ കിട്ടുന്ന പോലത്തെ കേക്ക് റസ്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. റസ്ക് രണ്ട് രീതിയിലുണ്ട്, ഹാർഡായിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റസ്ക് ആണ്. അപ്പോൾ ഹാർഡായിട്ടുള്ള റസ്ക് ഞാനൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റസ്ക് ആണ്. അപ്പോൾ കേക്ക് റസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കേക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദയാണ് വേണ്ടത്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ഒരു കപ്പാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുമ്പോൾ ആ ഒരു സ്പൂണിൻ്റെ ലെവലിൽ മെഷർമെൻറ്റ് സ്പൂണിലെടുക്കുക. മെഷർമെൻറ്റ് സ്പൂണില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിലെ 1 ടീസ്പൂണിൻ്റെ അളവിൽ എടുത്താലും മതിയാകും. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ സോഫ്റ്റ്നെസ്സിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാൽപ്പൊടി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അടിപൊളി ടേസ്റ്റ് ഈ ഒരു കേക്കിന് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. കേക്ക് ടിൻ എപ്പോഴും ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വാനില എസൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന് മുട്ടയുടെ ചോട്ട് തന്നെ ഇല്ലാതെ കിട്ടുള്ളൂ. അതുപോലെ ഹാൻഡ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലക്ട്രിക് ബീറ്ററോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഫ്ലഫി ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മുട്ടയുടെ ആ ഒരു കളറൊക്കെ മഞ്ഞയിൽ നിന്ന് മാറിയിട്ട് ഒരു വെള്ള കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏത് കപ്പിനാണോ നിങ്ങൾ മാവ് അളക്കുന്നത് അതേ കപ്പിൽ തന്നെ പഞ്ചസാരയും എണ്ണയും ഒക്കെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ എടുക്കാം, റേപ്പ് സീഡ് ഓയിൽ എടുക്കാം, അതുപോലെ കനോള ഓയിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടാണുള്ളത്. ആ ഒരു മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 തവണകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയം ബീറ്റർ മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ബീറ്റർ ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും അതുപോലെ തന്നെ 9 ഇഞ്ചിൻ്റെ റൗണ്ട് ആയിട്ടുള്ള കേക്ക് ടിന്നിലേക്കും കറക്റ്റ് അളവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സ്ക്വയറിൻ്റെ ഒരു ടിന്നാണ്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എനിക്കറിയില്ല. ഇതൊരുപാട് പഴയ ഒരു കേക്ക് ടിന്നാണ്. അപ്പോൾ ഞാനൊരു സ്ക്വയർ ഇതിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയറായിട്ടുള്ള ടിന്നെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ടിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഓവനിലും അല്ലാതെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പ്രഷർ കുക്കർ മെത്തേഡിലും അതുപോലെ സോസ് പാൻ മെത്തേഡിലും ഒക്കെ ഈ ഒരു കേക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഓവനിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ശരിക്കുള്ളൊരു ടേസ്റ്റും അതുപോലെ തന്നെ ടെക്സ്ചറും ഒക്കെ കിട്ടുക. ഞാനിവിടെ OTG ഓവനിലാണ് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 2 കോയിലും ഹീറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. 30 മിനിറ്റാണ് ഈ ഒരു കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ എപ്പോഴും കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പം ഏറ്റവും താഴത്തെ തട്ടിൽ വെക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടും. മുകൾ ഭാഗമൊന്നും കരിഞ്ഞു പോവില്ല. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് വിണ്ട് കയറിയിട്ടുണ്ട്. അത് ഈ ഒരു പാത്രം കുറച്ച് ചെറുതാണ്. കാരണം ഈ ഒരു ബാറ്റർ ഉൾക്കൊള്ളാവുന്നതിനെക്കാട്ടിലും കുറച്ച് ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ് വിള്ളൽ വീണത്. നിങ്ങൾ കറക്റ്റ് സൈസിലുള്ള 8 ഇഞ്ചിൻ്റെയോ 9 ഇഞ്ചിൻ്റെയോ കേക്ക് ടിൻ എടുക്കുകയാണെങ്കിൽ ഇത് വിണ്ട് കയറില്ല, പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഈ ഒരു കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റസ്കിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇതുപോലെയുള്ള സ്ക്വയർ ടൈപ്പിലുള്ള പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മളിത് റസ്ക് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്താൽ ഈ ഒരു കേക്ക് ഒന്ന് ഹാർഡായിട്ട് ഒരു റസ്ക് പോലെ ആയി കിട്ടും. അപ്പം ഓവൻ ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയൊക്കെ ചുടുന്ന ആ ഒരു ഫ്രൈയിങ് പാനിൽ ഈ ഒരു കേക്ക് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല റസ്ക്കായിട്ട് മാറും. ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ നിരത്തിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം ഈ ഒരു കേക്ക് നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തപ്പം ഈ ഒരു കേക്ക് നല്ല റസ്ക്കായിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്രൗൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ OTG ഓവനാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ 2 കോയിലും ഹീറ്റാക്കിയിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കൺവെക്ഷൻ ഓവനാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു സൈഡ് ബേക്ക് ചെയ്തതിന് ശേഷം മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഇത് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പം OTG ഓവനിൽ നമുക്ക് 10 മിനിറ്റ് മതിയാകും ഇത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറും സെറ്റിങ്സും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു ലൈറ്റ് ബ്രൗൺ നിറാകുന്ന വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ റസ്ക് ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റസ്ക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്